Hi, good morning all. Today we have to discuss biological nitrogen fixation. That is, nitrogen fixation is the process of conversion of nitrogen to ammonia. That is called nitrogen fixation. Normal nitrogen ammonia ആയിട്ട് convert ചെയ്യാന്ന് പറയുന്നത് it is a very difficult process. കാരണം നൈട്രജൻ എന്ന് പറയുന്നത് N2, ദാറ്റ് ഈസ് N ട്രിപ്പിൾ ബോണ്ട് N ആണ്. ആ N ട്രിപ്പിൾ ബോണ്ട് Nനെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി വെരി എന്താ പറയുക ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ നീഡഡ് ഫോർ ദിസ് പ്രോസസ്സ്. നമ്മളതിനെ ഹേബർ പ്രോസസ്സ് എന്ന് പറയും. ഹേബർ പ്രോസസ്സിൽ നമുക്കറിയാം അതിൽ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നൈട്രജനെ അമോണിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. But biological nitrogen fixation is the process of conversion of atmospheric nitrogen to ammonia or ammonium by carried out by blue-green algae and a family of bacteria known as Rhizobium bacteria. അതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് ഒരു നോർമൽ പ്രോസസ് ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആരുടെ ഹെൽപ്പോട് കൂടി? ബ്ലൂ ഗ്രീൻ ആൽഗെ അതേപോലെ തന്നെ റൈസോബിയം ബാക്ടീരിയയുടെ ഹെൽപ്പോട് കൂടി നൈട്രജനെ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സ്മോൾ സൈക്കിൾ പോലെ കാണിച്ചതാണ്. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിൽ അതേപോലെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗ്യൂംസ്, ഈ പ്ലാന്റിന്റെ റൂട്ട് നൊഡ്യൂൾസിൽ ഉണ്ടാവുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അതേപോലെ തന്നെ നൈട്രജൻ സോയിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ കൂടി അമോണിയം ആയിട്ട് NH4+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡീകമ്പോസസ്, പ്ലാന്റ്സിലൊക്കെ ഉള്ള ഡീകമ്പോസസ് എറോബിക് ആൻഡ് എനോറോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗെ സെയിം പ്രോസസ്സിൽ കൂടി അമോണിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദിസ് അമോണിയം പിന്നെ എന്ത് ചെയ്യുന്നു? നൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രിഫിക്കേഷൻ പ്രോസസ് വഴി നൈട്രൈറ്റ് ആയിട്ടും അതേപോലെ നൈട്രേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രേറ്റിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാന്റ്സിന് നമുക്കറിയാം അതിന്റെ വളർച്ചയ്ക്കും കാര്യത്തിനൊക്കെ നൈട്രജൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജന്റെ കണ്ടന്റ് ഒരു പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എഫിഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ്. ബട്ട് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റ് അങ്ങനെ തന്നെ പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റൂല. അതിന്റെ ആ ഒരു നൈട്രജൻ ഫോമില് N2 ഫോമില് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്കറിയാം ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഈ തണ്ടർ ഇടി മിന്നലിലൊക്കെ കൂടിയിട്ടാണ് സോയിലിലേക്ക് എത്തുന്നത്. ആ സോയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നതിന് പകരം റൈസോബിയം ബാക്ടീരിയ അതേപോലെ ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ അതിനെ നൈട്രൈറ്റ് ആയിട്ടും അതേപോലെ നൈട്രേറ്റ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ആ നൈട്രേറ്റ് ഫോമിലാണ് പ്ലാന്റ്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അവിടെ കൺവേർഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അമോണിയത്തിനെ നൈട്രിഫിക്കേഷൻ വഴി നൈട്രിഫൈങ് ബാക്ടീരിയ ആരായി കൺവേർട്ട് ചെയ്യും? ഫസ്റ്റ് സ്റ്റേജിൽ നൈട്രൈറ്റ് ആൻഡ് ദെൻ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റിനെ അബ്സോർബ് ചെയ്യുന്ന ഫോമിലേക്ക് മാറുന്നു. ദാറ്റ്സ് കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. Okay. Here, the enzyme present in the nitrogen fixing bacteria is denitrogenase complex. That is, the enzyme present in the nitrogen fixing bacteria is the nitrogenase complex, and nitrogenase complex contains two parts. They are reductase and nitrogenase. Then, this reductase supplies electrons which are used by nitrogenase to reduce nitrogen to ammonia. എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് നൈട്രോജനേസ് എൻസൈം നൈട്രിഫൈങ് ബാക്ടീരിയയിലെ എൻസൈമിന്റെ രണ്ട് പ്രോട്ടീൻ പാർട്ടായിട്ടാണുള്ളത്. നൈട്രോജനേസ് ആൻഡ് റിഡക്റ്റേസ്. അതിൽ
റിഡക്റ്റേസ് ആണ് ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്നത്. നൈട്രജനെ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടുന്ന ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്നത് അതിൽ റിഡക്റ്റേസ് പാർട്ടാണ്. ആ സപ്ലൈ ചെയ്ത ഇലക്ട്രോൺസ് നൈട്രോജിനേസ് ആണ് ആക്സെപ്റ്റ് ചെയ്തിട്ട് നൈട്രജനെ അമോണിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റിഡക്റ്റേസ് പാർട്ട് എന്ന് പറയുന്നത് അയേൺ സൾഫർ പ്രോട്ടീൻ ആണ്. അതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. റിഡക്റ്റേസ് പാർട്ട് ഈസ് അയേൺ സൾഫർ പ്രോട്ടീൻ ആൻഡ് നൈട്രോജിനേസ് പാർട്ട് ഈസ് അയേൺ മോളിബ്ഡനം സൾഫർ പ്രോട്ടീൻ. അതേപോലെ തന്നെ ഈ ഒരു കൺവേർഷന്റെ കൂടെ നൈട്രജൻ അമോണിയമായിട്ട് കൺവേർഷൻ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ആണ് ആക്ച്വലി ഈ ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫെറിഡോക്സിൻ ആണ് ഇലക്ട്രോൺസ് റിഡക്റ്റേസിന് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് ഇലക്ട്രോൺ to the reductase component of the nitrogenase complex, and the increased reducing power of the reductase enables it to transfer its electron to the nitrogenase component of the nitrogen. Okay, that means reduced ferridoxin electron supply ചെയ്യുന്നത് means electron storage ആയിട്ടുള്ളത് ferridoxin എന്ന് പറയുന്ന enzyme ആണ്. അത് റിഡക്റ്റേസിന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ റിഡക്റ്റേസ് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് നൈട്രോജിനേസിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ നൈട്രോജിനേസ് നൈട്രജനെ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ ATP ADP ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നടക്കുന്ന പ്രോസസ്. ഓക്കെ, താങ്ക് യു.